ദൈവനാമം മഹത്വപ്പെടട്ടെ. വ്രതമുള്ളവർ കൂടുന്ന ഇടങ്ങളിൽ വെളിച്ചം ഉദിക്കുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷത്തിൻ്റെ താളുകളിൽ വ്രതമുള്ളവർ കൂടിയവർ ഒരുമിച്ചായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ പ്രകാശം ഉദിച്ചിട്ടുണ്ട്. താബോർ മലയുടെ മുകളിൽ യേശുവിനോട് ചേർന്ന് മോശയും ഏലിയായും ഒരുമിച്ച് നിന്നപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും വലിയ ഒരു വെളിച്ചം കാണുകയാണ്. പഴയ നിയമത്തിൻ്റെ താളുകളിൽ ഈ വലിയ നോമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അനുദിനം നാം ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ 40 നാൾ ഉപവസിച്ച മോശ, 40 നാൾ ഉപവസിച്ച ഏലിയാവ്, പുതിയ നിയമത്തിൻ്റെ താളിൽ 40 ദിനരാത്രങ്ങൾ സാത്താനോട് പടവെട്ടി മരുഭൂമിയിലെ പരീക്ഷണകാലത്ത് ഉപവസിച്ച നമ്മുടെ കർത്താവ്. ഈ ഉപവസിച്ചവർ ഒരുമിച്ച് കൂടിയ ഇടമാണ് താബോർ മല. അവിടെയാണ് വലിയ വെളിച്ചം ഉദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം വെളിച്ചത്തിൻ്റെ കാലഘട്ടമാണ്. ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിലൊക്കെ വെളിച്ചമുണ്ടാകണം. അത് ഭവനങ്ങളിലാണെങ്കിലും ഇടവകകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ തന്നെ. വ്രതമുള്ളവർ കൂടുന്ന ഇടത്ത് വെളിച്ചമുണ്ടായാൽ എന്തൊരു സൗന്ദര്യമാണ്. ആ വീടിനെ നോക്കിയിട്ട് ചുറ്റുപാടുള്ളവർ പറയും, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. ഒരു പ്രത്യേക ക്രിസ്തുവിൻ്റെ സുഗന്ധമുണ്ടാവും അവിടെ. ആയതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകൾ വെളിച്ചത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാം. ഈ നാളുകളിലെ പ്രാർത്ഥനകൾ ഇങ്ങനെയാണല്ലോ: നോമ്പ് പ്രകാശത്തെ കൊണ്ടുവന്ന് അന്ധകാരത്തെ നീക്കിക്കളയുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഈ വലിയ നോമ്പ് പ്രകാശത്തെ കൊണ്ടുവരും. അന്ധകാരമെല്ലാം നീങ്ങിപ്പോകും. വലിയ കൃപകൾ അവിടെ സംജാതമാകും. സാത്താനെ ഓടിച്ചു കളഞ്ഞാൽ പിന്നെയുള്ളത് പ്രകാശം തന്നെയല്ലേ? വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ യേശുതമ്പുരാൻ്റെ ഉപവാസത്തെക്കുറിച്ച് 2 ചെറിയ വാക്കുകളാണ് ഏറ്റവും ഒടുവിൽ കാണുന്നത്. സൈറ്റൻ ലെഫ്റ്റ്, ഏഞ്ചൽസ് കം. സാത്താൻ അവനെ വിട്ടുപോയി, മാലാഖമാർ വന്നവനെ ശുശ്രൂഷിച്ചു. മാലാഖയുള്ള സ്ഥലങ്ങൾ എല്ലാം തന്നെ പ്രകാശമുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ നോമ്പുകാലത്തിൻ്റെ അനുദിന ദിനങ്ങളിൽ സാത്താൻ നമ്മുടെ ഇടയിൽ നിന്ന് ഓടിപ്പോക്കും. മാലാഖമാർ വന്ന് നമ്മളെ ശുശ്രൂഷിക്കുവാൻ മുഖാന്തരമായി തീരും. അതിന് ഈ നോമ്പിലെ പ്രാർത്ഥനകളും ഉപവാസവും ഇടയായി തീരട്ടെ. വ്രതമുള്ളവർ കൂടുന്ന ഇടങ്ങളിൽ ഇന്നും വെളിച്ചമുണ്ട്. ആമേൻ.